കൂട്ടുകാരെ ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് ഫേക്ക് ചാർജിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഫേക്ക് ചാർജിങ്? ഫേക്ക് ചാർജിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിന്റെ ബാറ്ററി ചാർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ ഫോണിൽ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനായിട്ട് ചാർജർ എടുത്തിട്ട് ചാർജിങ് കേബിൾ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യും. ഇതേപോലെ ഫോണിന്റെ ചാർജിങ് കേബിൾ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഫോണിൽ ചാർജ് കയറുന്നതിൻ്റെ ഒരു സിമ്പിൾ അവിടെ കാണിക്കുകയും ചെയ്യും, ചാർജിങ് സിമ്പിൾ കാണിക്കുകയും ചെയ്യും. നമ്മൾ ചാർജിങ്ങിൻ്റെ ഒരു സൗണ്ടും ചിലപ്പോൾ കേൾക്കും, അതായത് ക്ലിങ് എന്ന് പറഞ്ഞ സൗണ്ടും കേൾക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാകും ഫോൺ കണക്ട് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും, ചാർജ് കയറുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മുടെ പാട്ടിനെ ചാർജ് കയറ്റെന്ന് വിചാരിച്ച് നമ്മളങ്ങ് പോകും. എന്നാൽ നമ്മൾ കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ട് ഫോൺ ചെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ എത്ര പെർസെൻറ്റേജിലാണോ വെച്ചത് ആ പെർസെൻറ്റേജിൽ തന്നെ നിൽക്കുന്നു. അതായത് 40% നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് കുത്തിയതെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോഴും ചാർജ് 40 തന്നെ നിൽക്കുന്നു, കയറിയിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ 40 നിന്ന് താഴോട്ട് പോകുമെന്നുള്ളതാണ്. അതായത് 40 എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ പിന്നീട് വന്ന് നോക്കുമ്പോഴത്തേക്ക് അത് 30 ആയിരിക്കും. പക്ഷേ ചാർജ് സിമ്പിൾ കാണിക്കുന്നുണ്ട്, ചാർജ് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇതിനെയാണ് ഫേക്ക് ചാർജിങ് എന്ന് പറയുന്നത്. അതായത് ചാർജ് കുത്തിക്കഴിഞ്ഞാൽ ചാർജ് സിമ്പിൾ അവിടെ കാണിക്കും, ചാർജ് കയറുന്നതിൻ്റെ ഒരു സിമ്പിൾ കാണിക്കും, പക്ഷേ ചാർജ് കയറത്തില്ല, ചിലപ്പോൾ ഉള്ള ചാർജ് കൂടി ഇറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷൻ, ഫേക്ക് ചാർജിങ്. ഈ ഫേക്ക് ചാർജിങ് സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ചാർജിങ് അഡോപ്റ്റർ ആണ്. നമ്മൾ ഫോണിൻ്റെ ഒറിജിനൽ ചാർജിങ് അഡോപ്റ്ററിന് പകരം വേറെ ഏതെങ്കിലും കമ്പനിയുടെ അഡോപ്റ്ററോ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണോ വില കുറഞ്ഞ അഡോപ്റ്ററോ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഫേക്ക് ചാർജിങ് സംഭവിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് ചാർജിങ് അഡോപ്റ്റർ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചാർജിങ് അഡോപ്റ്റർ ഒന്ന് മാറി നോക്കുക, ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് പറയാനുള്ളത് അതിൻ്റെ കേബിളാണ്, ചാർജിങ് കേബിളാണ്, USB കേബിളാണ്. USB കേബിൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, USB കേബിൾ ഒറിജിനൽ നല്ലൊരു USB കേബിൾ അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും ഇതേപോലുള്ള ഫേക്ക് ചാർജിങ് സംഭവിക്കാം. അതുകൊണ്ട് ചാർജിങ് കേബിളുകളും നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. ചാർജിങ് കേബിളും ഒന്നും ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചാർജിങ് കേബിളും ഒന്ന് മാറി നോക്കുക. ഇനി മൂന്നാമതായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഫേക്ക് ചാർജിങ് സംഭവിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാർജിങ് പോർട്ടിൽ ഉണ്ടാവുന്ന പ്രശ്നമാണ്. ചാർജിങ് പോർട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ USB Type C ഒക്കെയാണ് നമ്മുടെ ചാർജിങ് പോർട്ട് എങ്കിൽ പ്രധാനമായിട്ടും അതിൻ്റെ അകത്ത് അഴുക്ക് കയറിയിട്ട് ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഫേക്ക് ചാർജിങ്ങിനായിട്ട് നമ്മുടെ ചാർജിങ് പ്രശ്നമായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് മൈക്രോസ്കോപ്പ് വഴി അകത്ത് ചെക്ക് ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ അകത്ത് ഒരുപാട് അഴുക്കും പൊടിയൊക്കെ കയറി അടിഞ്ഞ് അതിൻ്റെ കോൺടാക്റ്റ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടാതെ വരികയും അത് മുഖേന ഫേക്ക് ചാർജിങ് സംഭവിക്കുകയും അല്ലെങ്കിൽ ചാർജ് കയറാതെ വരികയും അല്ലെങ്കിൽ ചാർജ് സിമ്പിൾ കാണിക്കാതെ വരികയും ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചാർജിങ് പോർട്ടിന്, മെയിനായിട്ട് Type C, ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളെല്ലാം തന്നെ Type C ആണ്. Type C ചാർജിങ് പോർട്ടിനകത്താണ് ഈ ഒരു പ്രശ്നം കൂടുതലും കണ്ടുവരുന്നത്. അതുകൊണ്ട് അത് ലൂസ് കോൺടാക്റ്റ് ആവുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ചാർജിങ് പോർട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ പൊളിക്കുക പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ചാർജിങ് പോർട്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും വെച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പ്രോബ്ലംസ് മാറുമെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ചാർജിങ് പോർട്ട് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പക്ഷേ നിങ്ങളോട് ഞാൻ അത് ചെയ്യാൻ ഞാൻ നിർബന്ധിക്കത്തില്ല. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നതിനേക്കായിട്ട് ബെറ്റർ കുറച്ചും കൂടെയൊക്കെ അറിയാവുന്ന ഒരു ടെക്നീഷ്യൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് അവരാകുമ്പോഴത്തേക്കും അവർക്ക് അറിയാം, അതിൻ്റെതായിട്ടുള്ള ടൂൾസും എല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് അവർ പോർട്ട് ക്ലീൻ ചെയ്ത് തരും. വളരെ 100 രൂപയ്ക്ക് അകത്ത് മാത്രമേ ചാർജിങ് പോർട്ട് ക്ലീൻ ചെയ്യുന്നതായിട്ട് പല ടെക്നീഷ്യന്മാരും വാങ്ങാറുള്ളൂ എന്നുള്ളതാണ്. 100 രൂപയ്ക്ക് താഴെ മാത്രമേ വാങ്ങാറുള്ളൂ. അതുകൊണ്ട് അത് വലിയൊരു എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇത്തരം ചാർജിങ് സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ, മെയിനായിട്ട് ഫേക്ക് ചാർജിങ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാർജിങ് പോർട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ ഫോണിൽ ഇന്റേണൽ പരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും, ഫോൺ പൊളിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. പൊളിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ചാർജിങ് പോർട്ട് ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരും, അല്ലെന്നുണ്ടെങ്കിൽ CC ബോർഡ് മാറ്റേണ്ടതായിട്ട് വരും, സ്റ്റിപ്പിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വരും, മദർ ബോർഡ് സംബന്ധമായ ഇഷ്യൂസുകൾ കൊണ്ടൊക്കെ, ബാറ്ററി സംബന്ധമായ ഇഷ്യൂസുകൾ കൊണ്ടൊക്കെ ഫേക്ക് ചാർജിങ് സംഭവിക്കാം. എങ്കിലും ഞാൻ ഈ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ, ചാർജിങ് അഡോപ്റ്റർ, ചാർജിങ് കേബിള്, ചാർജിങ് പോർട്ട്, ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് 90% ഫേക്ക് ചാർജിങ് സംഭവിക്കുന്നത്. മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ, ബൈ.